Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Good afternoon. Good afternoon, sir. Okay. ഇന്ന് ടീച്ചറിന്റെ ക്ലാസ് ആണ്. അപ്പോ അസൗകര്യം കാരണം ഞാൻ വന്നതാണ്. ആരംഭിച്ചാലോ? ലെറ്റ് സ്റ്റാർട്ട്. Yes, sir. ഓക്കെ. ആരാണ് പ്രയർ? ഞാനാണ് സർ റാണി. ഓക്കെ, പറഞ്ഞോളൂ റാണി. Dear Lord, thank you for your grace and mercy that woke us up this morning and allowed us to see a brand new day. Please shower us with your blessing and favor. We thank you and praise you. Yes, okay. Very good. പറഞ്ഞോളൂ. Minu. Dream is not that which you see while sleeping. It is something that does not let you sleep. APJ Abdul Kalam. സ്വപ്നം എന്നത് ഉറങ്ങുമ്പോൾ കാണുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം. താങ്ക് യു സാർ. ഓക്കെ. വളരെയധികം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് APJ അബ്ദുൽ കലാം. ഓക്കെ, നെക്സ്റ്റ്. സൈൻ ഇൻ സാർ. കഴിഞ്ഞോ? സൈൻ ഇൻ. മിനു. Signing on. Sign in, sir. Good afternoon, everyone. Yes, my name is Minu. I happily welcome our sir and my dear friends to this online class. I conclude by saying, may God bless our sir who has come to teach us today. Thank you. Yes. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇതുവരെ വളരെ ശുഷ്കമാണ് ജനസംഖ്യ 16 പേരെക്കുള്ളൂ. യെസ്,
പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. പ്രിപ്പോസിഷൻ എന്താണ്, ടു, ഫോർ, ഇൻ, ഔട്ട് ഒക്കെ ചേർക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയൊരു സംഗതിയാണ്. യൂണിറ്റ് നമ്പർ 12 ആണ്. യൂണിറ്റ് നമ്പർ 12. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പാർട്ടിസിപ്പിൾ. എന്താണ് നമ്മൾ നോക്കുന്നത്? പാർട്ടിസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. പാർട്ടിസിപ്പിൾ. ഓക്കെ, യൂണിറ്റ് നമ്പർ 12 പാർട്ടിസിപ്പിൾ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടി ഞാനൊന്ന് റിവൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പാർട്ടിസിപ്പിൾ പേജ് നമ്പർ ഒന്ന് പറയാമോ? ഓക്കെ, ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ. ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞേ. ഇതിനകത്ത് നമ്പർ ഇല്ലാത്ത കോപ്പി എടുക്കും. 119 119 അല്ലേ? ആ, 119. ഓക്കെ ഓക്കെ, 119. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ വെർബ്. ഒരു വെർബിന്റെ ഒരു ഫോമാണ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ് ഓർ വെർബ്. അതൊരു വെർബായിട്ടോ അതുമല്ലായിട്ട് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടോ നമ്മളത് ഉപയോഗിക്കണം. അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പിൾ ഈസ് വാട്ട്? പാർട്ടിസിപ്പിൾ ഈസ് എ ഫോം ഓഫ് എ വെർബ് used as an adjective or as a verb. വെർബായിട്ടോ അതുമല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെർബിന്റെ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പിളിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. പാർട്ടിസിപ്പിൾ that can be grouped into two. രണ്ടായിട്ട് വിഭജിക്കാം. One is called present participle. Next one is called past participle. One is called present participle. Next one is called past participle. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ അതിന്റെ അടുത്ത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുന്നത്. പാർട്ടിസിപ്പിൾ ഈസ് വാട്ട്? പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ വെർബ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ് ഓർ ആസ് എ വെർബ്. Participle that can be grouped into two. One is called present participle. Next one is called past participle. For the time being, let us postpone the past participle. Let us take only the present participle. നമ്മൾ ഇന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ മാറ്റി വെച്ചിട്ട് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ അങ്ങനെ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് 3 ടെൻസ് ഉണ്ടാവും. ദീപ മനോജ്, ഓക്കെ, ആ 3 ടെൻസിന് നമ്മൾ പറയുന്ന പേരെന്തൊക്കെയാണെന്ന് അറിയാമോ? ടെൻസ് 3 ടെൻസ്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ആണോ? ഫ്യൂച്ചർ അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. മലയാളത്തിൽ പറയുമ്പോഴാണ് നമ്മൾ ഭാവി കാലം എന്ന് പറയുന്നത്. വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഭാവി കാലം പറയണ്ട. അതായത് അതെല്ലാ പ്രസന്റ് ടെൻസിനും മുന്നിലും വില്ലോ ചേർത്ത് കഴിഞ്ഞാൽ അത് ഭാവി കാലമായി. വില്ലോ ഷാലോ ചേർത്ത് കഴിയുമ്പോൾ ഭാവി കാലമായി. അപ്പൊ അത് വേറെ പറയണ്ട. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പറയുന്നത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ല് ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. യെസ്. ഇനി നമുക്ക് ഇത് തന്നെ വേറെ രീതിയിൽ പറയാറുണ്ട്. V1, V2, V3. ആ V1 എന്നുള്ളതിന് വെർബിന്റെ ബേസ് ഫോം എന്നും പറയാറുണ്ട്. ഓക്കെ, ബേസ് ഫോം ഓഫ് വെർബ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. 3 നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രസന്റ് ടെൻസ് എന്ന് എഴുതുക, കുറച്ച് സ്ഥലം വിട്ടിട്ട് പാസ്റ്റ് ടെൻസ് എന്ന് എഴുതുക, കുറച്ച് സ്ഥലം വിട്ടിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടുകയും പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ.
ഓക്കെ, അപ്പൊ ഞാനൊരു വാചകം പ്രസന്റ് ടെൻസിന്റെ ഇടയിൽ ടേക്ക്, TAKE, ടേക്ക്. ഓക്കെ, അപ്പോ ജെൻസി ഒന്നുകൂടെ പറഞ്ഞേ സാറേ. TAKE, ടേക്ക്, എടുക്കുക. അത് പ്രസന്റിന്റെ ഇടയിൽ എഴുതിയില്ലേ? ഓക്കെ, അപ്പൊ അത് ടേക്ക് എന്ന് പറയുമ്പോ അതിന്റെ പാസ്റ്റ് ടെൻസ് ആർക്കെങ്കിലും പറയാമോ? ടേക്കൺ. Took. ടുക്കാണ്, ടുക്ക്. അപ്പൊ പാസ്റ്റിന്റെ ഇടയിൽ ടുക്ക് എന്നുണ്ട്, TOK, ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്കൻ. പ്രസന്റ് ടേക്ക്, ടുക്ക്, ടേക്കൻ. പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, എഴുതിയല്ലോ. ഇനി അടുത്ത വാക്ക് ഇത് പ്രസന്റിന്റെ ഇടയിൽ ഗോ. അതിന്റെ പാസ്റ്റ് ടെൻസ് പറയാമോ? Went. വെരി ഗുഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ? Gone. വെരി ഗുഡ്. ഗോ, വെന്റ്, ഗോൺ. കറക്റ്റ് ആണ്. അടുത്ത പ്രസന്റിന്റെ അടിയിൽ എഴുതുന്നത് ലൈക്ക്, LIKE, ലൈക്ക്. പറയാമോ അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്ന്? Liked. ഓക്കെ, കറക്റ്റ് ആണ്. LIKED, ലൈക്ഡ്. ഇനി അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറയാമോ? Liked. LIKED തന്നെയാണ്, ലൈക്ഡ്. അപ്പൊ ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ തന്നെ. അടുത്തത് ലവ്. പ്രസന്റിന്റെ അടിയിൽ എഴുതുക ലവ്. അതിന്റെ പാസ്റ്റ് ടെൻസ് Loved. ലവ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൗഡ് എന്ന് തന്നെ, ലൗഡ്. യെസ്. അടുത്ത വേർഡ് എഴുതുക കട്ട്, CUT, കട്ട്. പ്രസന്റിന്റെ ഇടയിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ഇതാന്ന് പറയാമോ? കട്ട് എന്നുള്ളതിന് കട്ട് തന്നെ. കട്ട് തന്നെയാണ്. അവിടെയും കട്ട്, പാസ്റ്റ് ടെൻസും കട്ട് തന്നെയാണ്, CUT, കട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളും അതും കട്ട് തന്നെ. അപ്പൊ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ്, അവിടെ നിൽക്കട്ടെ. നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പൊ പ്രസന്റ് ടെൻസ് എന്താണെന്ന് മനസ്സിലായി, പാസ്റ്റ് ടെൻസ് എന്താണെന്ന് മനസ്സിലായി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഓരോ വെർബിനും 3 ടെൻസ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്തിനുണ്ട് 3? ഓരോ വെർബ് മീൻസ് ആക്ഷൻ, പ്രവൃത്തി, ക്രിയ. ഓരോ വെർബിനും 3 ടെൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം. അതിനെ പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കും. യെസ്. ഓക്കെ, ദില്ല ദേവദാസ്. ദില്ല. യെസ്. ഹസീന. യെസ്. ആര്യ ഷൈൻ. Yes, sir. ഓണാക്കി വെച്ചിട്ട് പോയേക്കാനും മിണ്ടാട്ടിരിക്കുന്നതായിരിക്കും ആര്യ. മറ്റവർ രണ്ടുപേരും ഓണാക്കി വെച്ചിട്ട് പോയതാണ്, മിണ്ടാതിരിക്കുന്നതായിരിക്കും. അറിയത്തില്ല. അതാണ് ആര്യയുടെ ഒരു ചിരി. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാനൊരു സെന്റൻസ് പറയാം. ഓക്കെ, കട്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് കട്ടാണ്, പാസ്റ്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ടാണ്. ഞാനൊരു സെന്റൻസ് പറയാം. I cut the vegetables yesterday. Sentence ആണ് I cut the vegetables yesterday. ഓക്കെ, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 3 കട്ടിൽ ഏത് ടെൻസിലുള്ള കട്ടാണെന്ന് പറയാം? പാസ്റ്റ്. Yesterday, past. യെസ്. ദീപ എന്താണ് പറയാൻ പോയി? പാസ്റ്റ്. പാസ്റ്റ്. അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് ഞാൻ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അകത്ത് ഒരു എസ്റ്റഡേ കിടപ്പുണ്ട്. അപ്പൊ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയുള്ള വെർബുകൾക്ക് നമ്മൾ അതിൻ്റെ അകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളുണ്ടാവും. അതുകൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, യെസ്. വെരി ഗുഡ്. ഓക്കെ, യു ആർ സക്സസ്ഫുൾ ആര്യ. വെരി ഗുഡ്.
അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രസന്റ് ടെൻസ് എന്താണെന്ന് പറഞ്ഞു, പാസ്റ്റ് ടെൻസ് എന്താണെന്ന് പറഞ്ഞു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. ആ പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള വാചകം നമ്മൾ ആദ്യം പറഞ്ഞത് ടേക്ക് എന്ന് പറഞ്ഞ വാചകം, അതിന്റെ കൂടെ നമ്മളൊരു ING ചേർക്കുകയാണ്. അപ്പൊ എന്തായത്? ടേക്കിംഗ് ആയി. ഇതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസിനെ കൂടി ഒരു ING ചേർത്ത് എഴുതുന്നതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ടേക്ക് എന്നുള്ളതിന്റെ കൂടെ ഒരു ING കൂടി ചേർത്ത് ടേക്കിംഗ് എന്നാക്കി കഴിഞ്ഞാൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഗോ എന്നുള്ളതിന്റെ കൂടെ ഒരു ING കൂടി ചേർത്ത് ഗോയിങ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ലൈക്ക് എന്നുള്ളതിന്റെ കൂടെ ഒരു ING ചേർത്ത് ലൈക്കിംഗ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ലവ് എന്നുള്ളതിന്റെ കൂടെ ഒരു ING കൂടി ചേർത്ത് ലവിങ് എന്ന് പറയുമ്പോൾ അതും എന്താണ്? ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അതുപോലെ തന്നെ കട്ട്, കട്ട് എന്നുള്ളതിന്റെ കൂടെ ഒരു ING കൂടി ചേർത്ത് കട്ടിങ് എന്ന് പറയുമ്പോഴും അത് ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ കിട്ടും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും അടുത്തതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്നാണ് പറയണതെന്ന് പറഞ്ഞു. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ നമ്മൾ പരിഗണിച്ചിട്ടില്ല, അത് അവിടെ നിൽക്കട്ടെ എന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ എടുക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളിനെയാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു വേർഡിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രസന്റ് ടെൻസിന്റെ കൂടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ആ പ്രസന്റ് അവിടെ അതിന്റെ കൂടെ ഒരു ING കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ വർഷ VS പറയൂ വർഷ. വർഷയ്ക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞേക്കാം. വർഷയ്ക്ക് ധാരാളം പ്രസന്റ് പാർട്ടിസിപ്പിൾ അറിയാവുന്നതാണ്. അത് ആരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കണം. ധൈര്യമായിട്ട് പറഞ്ഞു. യെസ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു ING എതിർ വാക്ക്, അത്ര മതി. ഇഷ്ടമുള്ള പ്ലേയിങ് ക്രിക്കറ്റ് അതൊന്നും പ്ലേയിങ് മതി. ഓക്കെ, സിംഗിങ് സിംഗിങ്. അത് പറഞ്ഞിട്ട് ഡ്രോയിങ് ഡ്രോയിങ്, വെയിറ്റിംഗ് വെയിറ്റിംഗ്, ഡാൻസിങ് ING ആഡ് ചെയ്യുന്നത് എല്ലാ വെർബുകളും. അതിന്റെ കൂടെ ഇപ്പൊ മനസ്സിലായില്ലേ? വർഷക്ക് ധാരാളം പ്രസന്റ് പാർട്ടിസിപ്പിൾ അറിയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റായി മനസ്സിലായി. ഷെൽട്ടൺ, ഷെൽട്ടൺ ഷെൽട്ടൺ അറിയാവുന്ന കുറച്ച് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. ബൈറ്റിംഗ്. ഓക്കെ 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 ഓക്കെ, ഞാൻ IT എന്നാണ് കേട്ടത്, സോറി. ഓക്കെ ഓക്കെ ഓക്കെ. ഡൂയിങ്, ഡൂയിങ്, റീഡിങ്, റീഡിങ്, വെരി ഗുഡ്. കുക്കിംഗ്, യെസ്. അത് പറയട്ടെ. സിംഗിങ്, ഓക്കെ, സിംഗിങ് നേരത്തെ പറഞ്ഞതാണ്, ഒന്ന് മാറ്റി പിടിച്ചോ. റൈറ്റിംഗ്, ഇല്ല അത് പറഞ്ഞതാണ്. റണ്ണിങ്. സാർ നമുക്ക് ഹാവിങ് പറയാൻ പറ്റുമോ? ഹാവിങ് പറയാൻ പറ്റും. ING കൂട്ടുമ്പോ അറിയാവുന്നതല്ലേ? ഓക്കെ, അപ്പോ വെരി ഗുഡ്. പക്ഷെ ഷെൽട്ടൺ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു ING ചേർത്ത് ഒരു വാക്ക് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ING എവിടെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പ്രസന്റ് ടെൻസിനെ കൂടി ING വരും. ലുക്ക് എന്നുള്ളതിനെ കൂടി ING വരും. ലുക്കിംഗ്, ലുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ലുക്ക്ഡ് ആണ്. അതിന്റെ കൂടെ ലുക്ക്ഡിങ് എന്ന് പറയും. പറയില്ല, പറയുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയോ കല്ല് കടിക്കുന്നുണ്ട്. അപ്പൊ ING ഓൾവേസ് വരുന്നത് പ്രസന്റ് ടെൻസിനെ കൂടിയാണ് വരുന്നത്, അത് നമുക്കറിയാം. യെസ്, ഓക്കെ. നേരത്തെ ഇവിടെ ഹാവ് പറഞ്ഞ പോലെ ഹാവ് പ്ലസ് ING ഹാവിങ്, അത് പറയാം. ഓക്കെ, അപ്പൊ അതെന്താണ് പിടികിട്ടി. ഇനി ഞാനൊരു വാചകം പറയാം, എഴുതിക്കൊള്ളു. യെസ്, എഴുതിക്കോ. ഷെൽട്ടൺ, ഷെൽട്ടൺ
അല്ല ഷെൽട്ടർ വിളിച്ചതല്ല, സെന്റൻസിന്റെ ആദ്യത്തെ വേർഡ് ഏതാണെന്ന് ചോദിച്ചാണ്. ഷെൽട്ടർ. ഓക്കെ, നോ പ്രോബ്ലം. ഷെൽട്ടർ ഈസ് എ smart, SMART, smart lady. സ്മാർട്ട് ലേഡി. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കാം. ഒരു വാചകം ഞാനിവിടെ എഴുതി, ഷെൽട്ടൻ ഈസ് എ സ്മാർട്ട് ലേഡി. ഷെൽട്ടൻ സ്മാർട്ടായ ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടിയാണ്. യെസ്. അപ്പൊ ഷെൽട്ടൻ എന്ന് പറയുമ്പോൾ അതൊരു പേരാണ് അല്ലെ? അപ്പൊ നമുക്ക് അതിനെ പറയാം ഒരു നൗൺ എന്ന് പറയും. നൗൺ അല്ലെ? നൗൺ. ഈസ് ആകുന്നു എന്ന് പറയുമ്പോൾ അതും എന്ത് ഒരു വെർബാണ്. ആകുന്നു, ആയിരുന്നു ഒരു വെർബാണ്. ഓക്കെ, അപ്പോ നൗൺ കിട്ടി, വെർബ് കിട്ടി. സ്മാർട്ട് അവിടെ നിൽക്കട്ടെ. ലേഡി എടുക്കുക. ലേഡി എന്ന് പറയുമ്പോഴും ഒരു പേരല്ലേ, സ്ത്രീ. ഷെൽട്ടൻ തന്നെയാണ് ഈ ലേഡി. അപ്പൊ അത് നമുക്കറിയാം, ഒരു പേരിനെയോ ഒരു സ്ഥലത്തിനെയോ ഒരു സംഗതിയുടെയോ പേരിനെ കുറിക്കുന്ന പദത്തിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ പറയാം ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നൗണാണ്. ഓക്കെ, അപ്പോ ഷെൽട്ടൻ എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ്, ലേഡി എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ്, ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു വെർബാണ്. ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി മിന്നു സുരേഷ്. മിന്നു സുരേഷ്. സാർ കേൾക്കാമോ? യെസ്. ഓക്കെ. ഇതിന്റെ അകത്ത് സ്മാർട്ട് എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് പറയാമോ? ക്രിയയാണോ സാർ? വെർബന്നെയാണോ? സ്മാർട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ രണ്ടുകൂടെ പറഞ്ഞു. ഇനി സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വിശേഷണമാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത് ഇംഗ്ലീഷ്. ഓക്കെ. റാണി ഷാജി. പ്രോനൗൺ. വർഷ പറയുന്നു പ്രോനൗൺ, Adjective. മിനു പറയുന്നു വിശേഷണം, Adjective. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, വാക്കുകളൊക്കെ വരട്ടെ. രേവതി എന്താ പറയുന്നത്? Adjective. അഡ്ജക്റ്റീവ്. ഓക്കെ. നാമവിശേഷണം. അപ്പൊ ആര്യ മലയാളവൽക്കരിച്ചു നാമവിശേഷണം എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഷെൽട്ടൻ ഈസ് എ സ്മാർട്ട് ലേഡി എന്ന് പറയുമ്പോൾ ആ ലേഡി എന്ന് പറഞ്ഞാൽ ഒരു നൗണല്ലേ, പേരല്ലേ? ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള പെൺകുട്ടി? സ്മാർട്ടായ പെൺകുട്ടി. ആ സ്മാർട്ട് എന്ന് പറഞ്ഞ പകരം നമുക്കവിടെ ഗുഡ് കൊടുക്കാം. ഷെൽട്ടൻ ഈസ് എ ഗുഡ് ലേഡി, നല്ലവളായ ഷെൽട്ടൻ അല്ല. അപ്പൊ അത് ആ ലേഡി വിശേഷിപ്പിക്കുന്നത് സാധാരണയുള്ള പെൺകുട്ടി പോലെയല്ല, നല്ലവളാണ്. അതുമല്ലെങ്കിൽ നമുക്ക് വേറൊരു വാക്ക് കൊടുക്കാം. ഷെൽട്ടൻ ഈസ് എ ബ്യൂട്ടിഫുൾ ലേഡി, സുന്ദരിയായ പെൺകുട്ടിയാണ് അല്ല. അപ്പോഴും എന്ത് ചെയ്യണം? ആ ലേഡിയെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നൗണിനെ വിശേഷിപ്പിച്ച് പറയുന്ന വാക്കുകളെ പറയുന്ന പേര് നേരത്തെ ആര്യ പറഞ്ഞതുപോലെ, റാണി പറഞ്ഞതുപോലെ, രേവതി പറഞ്ഞതുപോലെ അതിന്റെ പേരാണ് അഡ്ജക്റ്റീവ്. എന്താണ് അതിന്റെ പേര്? അഡ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം നിൽക്കുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് വരാം, പിന്നീട് വരും. ഇത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവിന്റെ റോൾ എന്താണെന്ന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. അഡ്ജക്റ്റീവിന്റെ റോൾ എന്താണ്? ഏതെങ്കിലും ഒരു നൗണില് ഒന്ന് വിശേഷിപ്പിക്കുക, ഒന്ന് പൊക്കി പറയുക. ഒരു ക്വാളിറ്റിയും കൂടി ഇപ്പൊ നമ്മൾ പറയാണ്. ബോയ്, അതൊരു പേരാണ്. ബാഡ് ബോയ് അല്ല, അതൊരു വിശേഷമാണ്. മോശമായ ആൺകുട്ടി. അപ്പൊ ബാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവിന്റെ ഇംഗ്ലീഷിലുള്ള റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് അഡ്ജക്റ്റീവിന്റെ റോൾ. ഓക്കെ, അപ്പോ അഞ്ജിത യെസ്. രാജലക്ഷ്മി നാരായണൻ.
ശുഭ, ജിഷ്ണു. എന്തോ യെസ്, വെരി ഗുഡ് ശുഭ. വളരെ ഇൻട്രസ്റ്റന്റ് ആയിട്ട് ചെറിയ മൂന്നാമത്തെ ആള് ശുഭ വിളി കേൾക്കുന്നത്. കാരണം എന്ന് വെച്ചാല് 1 തൊട്ട് 3 ഒക്കെയാണ് അല്ലെ. നേരത്തെ 1000 വിളിച്ചപ്പോഴും ആദ്യം 2 പേരെ വിളിച്ചു. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം വിളിച്ചപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ ശുഭ എന്നോട് ചോദിക്കാം. ഓക്കെ ശുഭ, ഒരു അഡ്ജക്റ്റീവ് വരുന്ന ഒരു സെന്റൻസ് നിങ്ങൾ പറയാം. സെന്റൻസ് ഒരു വാക്ക് ഗുഡ് ബോയ്, സ്മാർട്ട് ലേഡി ഇത് പറഞ്ഞ പോലെ എന്തെങ്കിലും പറയാം. ഒരു അഡ്ജക്റ്റീവും വേണം, ഒരു നൗണും വേണം. ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്. യെസ്, അപ്പൊ നമുക്ക് അത് ചുരുക്കി പറയാം. ലവ്ലി ഹസ്ബൻഡ്. വൈകുന്നേരം നാളെ ഈ ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കണ്ട. യെസ്, കാരണം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, എനിക്ക് വേറെ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാനതൊന്നും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഏതാണ്? ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്. ലവ്ലി, സ്നേഹനിധിയായ. അപ്പൊ ഹസ്ബൻഡിനെ വിശേഷിപ്പിക്കണം. ഹസ്ബൻഡ് ഒരു പേരല്ലേ, എങ്ങനെയുള്ളത്? ലവ്ലി ഹസ്ബൻഡ്. ഓക്കെ, വേറെ ഒരെണ്ണം പറഞ്ഞു. മൈ ഡോട്ടർ ഈസ് എ ബ്യൂട്ടിഫുൾ ഡാൻസർ. ബ്യൂട്ടിഫുൾ ഡാൻസർ. ഓക്കെ, ബ്യൂട്ടിഫുൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും കുഴപ്പമില്ല. എന്റെ മകള് നല്ലൊരു ഡാൻസറാണ്. ഇപ്പൊ ഡാൻസർ ഒരു പേരല്ലേ, ആ പേര് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ഡാൻസറാണ്? ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡാൻസർ. ഓക്കെ, മറുപടി പറഞ്ഞോളൂ. മൈ ഹസ്ബൻഡ് ഈസ് എ ഗുഡ് ഡ്രൈവർ. മൈ ഹസ്ബൻഡ് ഈസ് എ ഗുഡ് ഡ്രൈവർ. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ ശുഭ, മതി. അപ്പൊ മൈ ഹസ്ബൻഡ് ഈസ് എ ഗുഡ് ഡ്രൈവർ. മൈ ഹസ്ബൻഡ് ഈസ് എ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അതൊരു പേരല്ലേ, ആ പേരിനെ വിശേഷിപ്പിക്കണം എങ്ങനെയുള്ളതാണ്? ഗുഡ് ഡ്രൈവർ. യെസ്, ഗുഡ് ഡ്രൈവർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ അകത്ത് ഒരു അഡ്ജക്റ്റീവിന്റെ റോൾ എന്താണ്. ആ അഡ്ജക്റ്റീവിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു നൗണിനെ ഒന്ന് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. യെസ്, നൗണിനെ ഒന്ന് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളോട് കുറച്ച് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞില്ലേ. പ്രസന്റ് ടെൻസിന്റെ കൂടെ ing ചേർക്കുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവുമെന്ന് പറഞ്ഞില്ലേ. ആ വാക്കുകൾ എടുത്തിട്ട് ഒരു അഡ്ജക്റ്റീവിന്റെ റോളിൽ ഉപയോഗിക്കണം. എന്തിന്റെ റോളിൽ ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവിന്റെ റോളിൽ ഉപയോഗിക്കണം. ഓക്കെ, അതാണ് നമ്മൾ വിഷയത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ing ചേർത്ത വാക്ക് ഉപയോഗിച്ചിട്ട് ആയിരിക്കണം നിങ്ങൾ അഡ്ജക്റ്റീവ് ഇനി പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു വാചകം ഞാൻ പറയാം. എനിക്ക് ഐ ഹാവ് എ ചാനൽ. ഐ ഹാവ് എ ചാനൽ. യെസ്, ഐ ഹാവ് എ ചാനൽ. യെസ്, ഒരു സെന്റൻസ് പറയണേ ഞാൻ. ഐ ഹാവ് എ ചാനൽ. രണ്ടാമത്തെ സെന്റൻസ് എഴുതിയേ. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. COOKING. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. ഇനി നിങ്ങൾ രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. കുക്ക് പ്രസന്റ് ആണ്. എന്റെ പാസ്റ്റ് കുക്ക്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കുക്ക്ഡ്. അപ്പൊ കുക്ക് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ കൂടെ ഞാൻ ഒരു ing ചേർത്തു, കുക്കിംഗ് എന്നാക്കി. അപ്പൊ നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിൾ കിട്ടി. ആ കുക്കിംഗ് എന്ന് പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ ഞാനിവിടെ രണ്ടാമത്തെ വാചകത്തിൽ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചു. ഐ ഹാവ് എ ചാനൽ. നിങ്ങൾക്ക് ചാനൽ ഉണ്ട്, അപ്പൊ ഒരു പേരാണ്. ആ ചാനലിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ചാനലുള്ള? കുക്കിംഗ് ചാനലാണ്. കുക്കിംഗ് ചാനൽ. അപ്പൊ നോക്കി, ing ചേർത്ത ഒരു വേർഡ് ഞാൻ ഇവിടെ എന്തായിട്ട് ഉപയോഗിച്ചു? ഒരു അഡ്ജക്റ്റീവായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചു. യെസ്, ഇനി വേറൊരെണ്ണം പറയുന്നു. ഷീ ഹേർഡ് എനിക്കോ. ഷീ ഹേർഡ് the news. NEWS. She heard the news. Yes, again, she, അവള് heard, കേട്ടു. എന്ത് കേട്ടു? ന്യൂസ് കേട്ടു. ന്യൂസ്, വാർത്ത കേട്ടു. അതിൻ്റെ അകത്ത് ഞാൻ ആ വാർത്ത എന്ന് പറഞ്ഞൊരു പേരല്ലേ, വാർത്ത. ഒരു സ്ഥലത്തിന്റെയോ സംഗതിയുടെയോ വസ്തുവിന്റെയോ പേര്, ഒരു സംഗതിയാണ് വാർത്ത. ആ വാർത്തയെ ഞാനൊന്ന് വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെ?
ing ചേർത്ത ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ട്. അടുത്ത താഴെ ഇരിക്കോ, ഷീ ഹേർഡ് the surprising surprising news news. She heard the surprising news. അപ്പൊ നോക്കിയേ, ആ ന്യൂസ് എന്ന് വിശേഷിപ്പിച്ചു. അവള് വെറും വാർത്തയല്ല കേട്ടത്, അത്ഭുതപ്പെടുത്തുന്ന വാർത്ത. അല്ല, അത്ഭുതപ്പെടുത്തുന്നതായ, ഞെട്ടലുളവാക്കുന്നതായ, ആശ്ചര്യം തോന്നുന്നതായ വാർത്തയാണ് കേട്ടത്. അല്ല, സർപ്രൈസ് പ്രസന്റൻസ് ആണ്. അതിന്റെ പാസൻസ് ആണ് സർപ്രൈസ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ സർപ്രൈസ് ആണ്. ആ സർപ്രൈസ് സാർ അവിടെ ദി വന്നത് ന്യൂസ് ആയതുകൊണ്ടാണോ? നമുക്ക് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർപ്രൈസ് ദി വന്നത് അവിടെ ന്യൂസ് ആയതുകൊണ്ടാണോ? നമുക്കത് പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഗതിയെ എടുത്തു പറയാൻ വേണ്ടി അവിടെ നമ്മൾ എപ്പോഴും ചോദിക്കും, എല്ലാ ന്യൂസും അല്ലേ, നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ന്യൂസിനെ എടുത്തു പറയും. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, the man who came here yesterday is this. ഇന്നലെ ഇവിടെ വന്നതായ മനുഷ്യൻ ഇതാണ്. അപ്പൊ അവിടെ നമ്മൾ ദി മാൻ എന്ന് പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അല്ല പറയും, മറിച്ച് ഒരാളെ നമ്മൾ എന്ത് പറയുന്നത്, എടുത്ത് പറയും. എന്തെങ്കിലും സ്ഥലത്ത് നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുമ്പോൾ അവിടെ എപ്പോഴും ദി എന്ന് പറയുന്ന ആർട്ടിക്കിളും കരുതും. അത് ആർട്ടിക്കിൾ ഇല്ലാതെ നമുക്ക് പറയാം. ഇപ്പോഴും ഞാനത് ദി എടുത്തു പറഞ്ഞാണ്, കാരണം ഇത് കുറച്ചും കൂടെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ നോക്കാം. ഐ ഹേർഡ് ദ സർപ്രൈസിനെ സാധാരണ അല്ല, ദ സർപ്രൈസിങ് ഒരു എടുത്ത് പറയണേ. എല്ലാ ന്യൂസും അല്ല കേട്ടത്, പ്രത്യേക രീതിയിലുള്ള ഷോക്കിംഗ് ആയ ന്യൂസ് കിട്ടും. അപ്പൊ നോക്കി, ഇവിടെ നമ്മൾ ചെയ്തത് ആ ന്യൂസ് എന്ന് പറയുന്ന വേർഡിന്റെ തൊട്ടു മുന്നില് ഒരു സർപ്രൈസിങ് എന്ന് വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിളിനെ ഒരു അഡ്ജക്റ്റീവായിട്ട് നമ്മളവിടെ ഉപയോഗിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു വാചകം പറയണം. ആ വാചകത്തില് ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാകണം. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു, അത് ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഷീസ് വാക്കിംഗ്, അവൾ നടക്കുക, അത് അഡ്ജക്റ്റീവ് അല്ല. അവൾ നടക്കുന്നു എന്നല്ല പറയണം, പ്രവൃത്തിയാണ്, അതല്ല. ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം ing ചേർന്നൊരു വാക്ക്. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഓരോന്നോരും എഴുതുകയോ പറയുകയോ ചെയ്യുക. അപ്പൊ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് അഡ്ജക്റ്റീവിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അഡ്ജക്റ്റീവ് ഉണ്ട്, ing ചേർത്ത അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. അത് കറക്റ്റാണ്. ഇപ്പൊ മൈ ഡോട്ടർ ഈസ് എൻ അമേസിംഗ് ഡാൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. Adri's hairstyle is very good. ഓക്കെ, ഹെയർ സ്റ്റൈല് വിശേഷിപ്പിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അവിടെ ing ഉള്ള വാക്ക് വന്നില്ലല്ലോ ദീപം. ing എവിടെ? ing ഉള്ള വാക്ക് ഞാൻ നേരത്തെ ഇവിടെ എഴുതി കാണിച്ചത് വായിച്ചിട്ടുണ്ട്. ദീപ പറഞ്ഞതിലോട്ട് പോയപ്പോ വായിക്കാൻ പറ്റില്ല, അതൊന്നും കൂടി ഇട്ടു. Sir, പറയൂ. this is an interesting English class. Yes, this is an interesting English class. അല്ലെ, ഇംഗ്ലീഷ് ക്ലാസ്സിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ഇംഗ്ലീഷ് ക്ലാസ് ആണ്? ഇൻട്രസ്റ്റിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എക്സാമ്പിൾ ഇഷ്ടപ്പെട്ടിട്ട് മിനു. യെസ് Sir, I have a running boat. റണ്ണിങ് Boat. ബോട്ട് അല്ലേ? ആ,
അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ബോട്ട് എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ അവിടെ ഡോൾ മാറ്റി വയ്ക്കും. ഈ കൊടുത്തു കഴിഞ്ഞാൽ ഓടുന്ന ഒരു ഡോൾ ഐ ഹാവ് എ റണ്ണിങ് ഡോൾ പാവ കറക്റ്റ് ആണ് കറക്റ്റ് ആരിഷ് പറഞ്ഞ കറക്റ്റ് ആണ്. യെസ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. പറഞ്ഞോളൂ. It was such a touching story. പറഞ്ഞോളൂ രേവതി. It was such a touching story. ഓക്കെ കറക്റ്റ് ആണ്. ടച്ചിങ് സ്റ്റോറി കേട്ടാ. ടച്ച് എന്നുള്ള കൂടെ ടച്ചിങ് സ്റ്റോറി. ഒരു സ്പർശന അല്ല, ഹൃദയസ്പർശിയായ കഥ. ആ കഥയെ വിശേഷിപ്പിക്കില്ല. ടച്ചിങ്. വെരി ഗുഡ്. ഓക്കെ രേവതി നല്ല എക്സാമ്പിൾ ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. Sir, പറഞ്ഞോളൂ ജാൻസി പറയൂ. അത് കഴിഞ്ഞിട്ട് വർഷയോട്ട് വരാം. My son is teaching well. മൈ സൺ ഈസ് Teaching well. ഈറ്റിംഗ് എന്നാണ് ഉദ്ദേശിച്ചത്. ടീച്ചിങ് Well. യെസ്. അപ്പൊ സംഗതി സെന്റൻസ് അത് കറക്റ്റ് ആണ്. അപ്പൊ ആ ടീച്ചിങ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന സംഗതി എന്തിനെ വിശേഷിപ്പിക്കുകയാണ്? അത് എന്തിനെങ്കിലും വിശേഷിപ്പിച്ചു. നന്നായി പഠിപ്പിക്കുന്നു പറഞ്ഞത്. യെസ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് കറക്റ്റ് ആണ്. അടുത്തത് നമുക്ക് ആ എക്സാമ്പിൾ സൂട്ട് ആവും. ആ ING ഒരു സംഗതിയെ വിശേഷിപ്പിക്കണം. ING എന്ന് പറഞ്ഞ നോക്കില്ലേ, ടച്ചിങ് സ്റ്റോറി, ഇൻട്രസ്റ്റിംഗ് ക്ലാസ്, അങ്ങനെ നേരത്തെ ലവ്ലി ഹസ്ബൻഡ് എന്നാക്കാം. ഈ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഇവിടെ തന്നെ സൂട്ട് ആവില്ല. യെസ്. ആലോചിച്ചു. വർഷ എന്താ നേരത്തെ പറയാൻ പോയി? I like singing melody song. I like singing melody song. Okay. Yes. sir. ശരിയല്ല സർ. മൈ No. ഹസ്ബൻഡ് ശരിയാണോന്ന് അറിയില്ല എന്ന് പറഞ്ഞതാ. ധൈര്യമായിട്ട് പറയുന്നത്. ശരി തെറ്റൊന്നും നമ്മൾ ആരും നോക്കുന്നത്. ഞാനല്ലേ പറഞ്ഞത്. Don't worry. മൈ ഹസ്ബൻഡ് ഹാസ് എ സ്മൈലിംഗ് ഫേസ്. കറക്റ്റ്. ഇതാണോ ശരിയല്ലെന്ന് പറഞ്ഞത്? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. റെഡി. മൈ ഹസ്ബൻഡ് ഹാസ് എ സ്മൈലിംഗ് ഫേസ്. കറക്റ്റ്. നല്ല വാക്കല്ലേ? ചിരിക്കുന്ന മുഖമുണ്ട്. സ്മൈലിംഗ്. വെരി ഗുഡ്. ഇതിന്റെ ഇടയ്ക്ക് ഒരാളോട് എഴുതി കാണിച്ചിട്ട് അത് വായിക്കാൻ പറ്റിയില്ല. എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. ഷോക്കിംഗ് ന്യൂസ് അല്ലേ? കറക്റ്റ്. യെസ്. Sir, പറഞ്ഞോളൂ അലീല. I have a barking dog. വെരി ഗുഡ് എക്സാമ്പിൾ. ഐ ഹാവ് എ ബാർക്കിംഗ് ഡോഗ്. എനിക്കൊരു കുരയ്ക്കുന്ന നായ. ഡോഗിനെ വിശേഷിപ്പിക്കാണ്. ബാർക്കിംഗ് ഡോഗ്. കണ്ടുപിടുത്തം. I have a dancing doll. ഐ ഹാവ് എ ഡാൻസിങ് ഡോൾ. ഓക്കെ. നേരത്തെ അവിടെ റണ്ണിങ് ഡോൾ എന്ന് പറഞ്ഞു. എന്റെ റണ്ണിങ് എടുത്ത് പല ഡാൻസിങ് ആയി. ഐ ആം ഗോയിങ് ഫോർ ഹണിമൂൺ. വർഷ സംഗതി അത് കറക്റ്റ് ആണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഗോയിങ്, ഞാൻ പോകുകയാകുന്നു. യെസ്. അത് സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ ആ പോകുന്നു എന്ന് പറയുന്ന വേർഡ് എന്തിനെ വിശേഷിപ്പിക്കുന്നു? ഹണിമൂണിനെ അല്ല. അത് എവിടെ പോകുന്നു എന്നുള്ളതിനെയാണ് അത് പോകുന്നത്. I like dancing. ഇത് പറഞ്ഞോളൂ അറിയില്ല. I like dancing. ഐ ലൈക്ക് ഡാൻസിങ്. അപ്പൊ ഡാൻസിങ് എന്നുള്ളത് എന്ത് വിശേഷിപ്പിക്കുക? അത് സൂട്ടായില്ല. ഡാൻസിങ് എന്നൊരു വാക്കുകൂടി പറ്റും. Okay. ഐ ലൈക്ക് ഡാൻസിങ് ആര്യ. നൃത്തം ചെയ്യുന്ന ആര്യ എനിക്ക് ഇഷ്ടമാണ്. കേട്ടാ നോക്കിയേ. അപ്പൊ അത് വാക്കായി ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. ഈ ING കഴിഞ്ഞിട്ടുള്ള വീട് കഴിഞ്ഞിട്ട് ഒരു നൗൺ വേണ്ട. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ഷോക്കിംഗ് ന്യൂസ്, ലവിംഗ് ഹസ്ബൻഡ്, സ്മൈലിംഗ് ഹസ്ബൻഡ്. കേട്ടാ ഇങ്ങനെ വന്ന പോലെ അത് I കഴിഞ്ഞിട്ട് have a naughty boy. I have a naughty son. സംഗതി അത് കറക്റ്റ് ആണ്. അല്ലാതെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ING ഇല്ലാത്ത അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചത്. അത് നോട്ടിയുടെ കൂടെ ING ചേർക്കാൻ പറ്റുള്ളൂ. ഐ ഹാവ് എ നോട്ടി സൺ, നോട്ടി ബോയ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് ING വന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. അവിടെ നമുക്ക് എന്ത് വേണം? ing form. Sir, this class is amazing experience to me. Okay. Amazing experience. Correct. Okay. Sir, my doctor have a attracting face. സംഗതി കറക്റ്റ് ആണ്. പക്ഷെ ആ അട്രാക്റ്റീവ് ആണ് അഡ്ജക്റ്റീവ്. അതിന്റെ കൂടെ എങ്കില് Attracting. അട്രാക്റ്റിംഗ്. യെസ്. ഓക്കെ. ഞാൻ അട്രാക്റ്റീവ് എന്ന് കേട്ടു. ഒരെണ്ണം ഇത് ശരിയാണോ നോക്കൂ സാർ. ഒരു she is dancing like a peacock. അത് ശരിയാണ്. അത് ശരിയാവില്ല. ഷീ ഈസ് ഡാൻസിങ്. ലൈക്ക് എന്ന് കളഞ്ഞിട്ട് പറയാമോ? ലൈക്കിംഗ് അല്ല, ഡാൻസിങ് അത് എന്റെ നൗൺ മാത്രം ഉപയോഗിക്കും. അതിപ്പോ ഞാൻ പറയാം, ഐ സോ, ഞാൻ കണ്ടു എ ഡാൻസിങ് പീക്കോക്ക്. കറക്റ്റ് ആണ്. നൃത്തം ചെയ്യുന്ന പീക്കോക്കിനെ ഞാൻ കണ്ടു കേട്ടോ. ഐ സോ എ ഡാൻസിങ് പീക്കോക്ക്. വർഷ പറഞ്ഞതിലും ചെറിയൊരു മിസ്റ്റേക്ക്. പറഞ്ഞ Sir, I enjoy reading motivational books. I Enjoy reading motivational books. I enjoy reading Motivational books. Yes. Okay. Okay, ready. Yes. I like the amazing film. Okay, Rajeshwari, correct ആണ്. അനിൽ എന്താ പറയാ? In night there were so many twinkling stars. Twinkling star. Okay. Correct ആണ്. ഈ ആര്യ ഷൈൻ. Sir, I like baking cakes. I like baking cake. Is correct? Yes. അപ്പൊ സംഗതി പിടി കിട്ടിയല്ല. യെസ്. ഹരിത, സെന്റൻസ് അത് കറക്റ്റ് ആണ്. ആ തിങ്കിങ് ഒരു നൗണിനെ വിശേഷിപ്പിച്ചില്ല. തിങ്കിങ്ങിന്റെ എബൌട്ട് കുറിച്ച് പറ്റി എന്നാണ് ഇങ്ങനെ അർത്ഥം. സെന്റൻസ് തെറ്റില്ല, സെന്റൻസ് കറക്റ്റ് ആണ്. യെസ്. ഇവിടെയും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വിമ്മിങ് ഈസ് എ ഗ്രേറ്റ് എക്സസൈസ്. അത് കറക്റ്റ്. അപ്പൊ സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പേര് അത് കഴിഞ്ഞതിന് ശേഷം ഈസ് വരാണ്ട് ഒരു നൗൺ വരണം. അതും ശരിയായില്ല സബീന. അതായത് ING കഴിഞ്ഞതിന് ശേഷം വീട് വരും. Sir, she have a sparkling eyes. കറക്റ്റ് ആണ്. ഷീ ഹാസ് സ്പാർക്ലിംഗ് ഐസ്. പ്രകാശമാനമായ കണ്ണുകളാണ് അവൾക്ക്. തിളക്കമാർന്ന കണ്ണുകളാണ് അവൾക്ക്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണം. ആ റിവൈൻഡിങ് എങ്ങനെയാണ്? എന്താണ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. പാർട്ടിസിപ്പിളെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ തൽക്കാലം എടുത്ത് മാറ്റി വെച്ചു. പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുത്തു. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഹി വിൽ ബി വർക്കിംഗ്. അത് കറക്റ്റ് ആണ്. പക്ഷെ അത് നൗൺ, അത് കഴിഞ്ഞ് വർക്കിംഗ് എന്റെ നൗൺ വേണം. അപ്പോ പ്രസന്റ് പാർട്ടിസിപ്പിൾ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ മാറ്റി. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർക്കുമ്പോഴാണ് അതെന്താവുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവുന്നത്. അങ്ങനെ ചേർക്കുന്ന ആ വേർഡ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവിന്റെ റോളിൽ ഉപയോഗിക്കണം. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞതില് മനസ്സിലാവാനുണ്ടോ? സാറേ, അഡ്ജക്റ്റീവും പ്രസന്റ് പാർട്ടിസിപ്പിളും കൂടെ കൂടിയ സെന്റൻസ് അല്ലേ ഇപ്പൊ പറഞ്ഞേ? അഡ്ജക്റ്റീവും പ്രസന്റ് പാർട്ടിസിപ്പിളും എന്നല്ല, ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ ഒരു വേർഡ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് ഇഷ്ടംപോലെ വേർഡ് ഉണ്ട്. ഗുഡ്, നോട്ടി,
നേരത്തെ ബാഡ്, അങ്ങനെ ഇഷ്ടംപോലെ വാക്കുണ്ട്. അത് അഡിക്റ്റീവാണ്. നമ്മൾ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അഡിക്റ്റീവ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി ING ഉള്ള ഒരു വാക്കായിരിക്കണം എന്നാണ് നമ്മൾ ഈ ഗ്രാമർ ലെസണിൽ നമ്മൾ നോക്കുന്നത്. യെസ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആർക്കെങ്കിലും ഇങ്ങോട്ട് പഠിപ്പിക്കാമോ? നിങ്ങളാണ് ടീച്ചർ എങ്കിൽ ഇത്രയും നേരം ഇന്ന് വെച്ച സംഗതി നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന ടീച്ചറിനെ ഞാനൊന്ന് തൊട്ട് ഉണർത്തുകയാണ്. യെസ്, നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഭവിച്ചില്ല, PG ക്ലാസ്സില്, പോസ്റ്റ് ഗ്രാജുവേഷന്റെ ക്ലാസ്സിലൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് ഒന്ന് ക്ലാസ് എടുക്കും. ക്ലാസ് അങ്ങനെ എടുത്തൊരു 40 മിനിറ്റ് കഴിയുമ്പോൾ സാറ് ആ ടെസ്റ്ററും ആ ചോക്കും കൂടി ഇഷ്ടമുള്ള ഒരാളുടെ തന്നെ കൊടുക്കും. എന്നിട്ട് പറയും പഠിപ്പിച്ചോളാൻ പോയി ഞാനിപ്പോ പറഞ്ഞത്. എന്നിട്ട് സാറ് നമ്മുടെ സീറ്റിൽ വന്നിരിക്കും. യെസ് എന്ന് പറയും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. കാരണം ഇത് ആർക്കിട്ടാണ് ഇത് കഴിയുമ്പോൾ പണി വേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ സാറന്മാരും അല്ല, ചില സാറന്മാരും. പക്ഷെ അത് അന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായിട്ടുണ്ട്, കൊള്ളാം, അത് നന്നായിരുന്നു. അപ്പൊ അവിടെ തുടങ്ങി നമുക്ക് എന്ത് കിട്ടി? ഒരു പരിശീലനം കിട്ടി. യെസ് എന്ന് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ട്രെയിനിങ് വിചാരിച്ചാൽ മതി. ഞാനിപ്പോ ഈ പറഞ്ഞത് രസകരം. ഞാൻ ഉൾപ്പെടെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. ഇതൊന്ന് പഠിപ്പിക്കാൻ എങ്ങനെ പഠിപ്പിക്കും? എപ്പോഴും നിങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ വിഷയം ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ടത് കലാപരമായിട്ട് അവതരിപ്പിക്കാനായിട്ട് എന്തൊക്കെ അതിനകത്ത് ചേർക്കാൻ പറ്റൂ അതൊക്കെ നിങ്ങൾ അങ്ങനെ ആഡ് ചെയ്യും. അതൊരു ഭംഗിക്കാണത്. നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാനും പറ്റണ്ടേ. പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാനും കൂടി ഒരു ഇൻട്രസ്റ്റ് വേണം. അപ്പൊ നമ്മൾ കലാപരമായിട്ട് അവതരിപ്പിക്കുക. അല്ലെങ്കിലും ഒരു ഡ്രമാറ്റിക് ആയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ തന്നെ ചേർത്ത് ഇത് ഇപ്പോ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാനായിട്ട് ആർക്കും പറ്റും. തെറ്റിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തന്നെ പറയാം, മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. പാർട്ടിസിപ്പിൾ എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങൾ അവിടെ കൈവിട്ടങ്ങനെ വാ. മുമ്പിൽ ഇരിക്കുന്ന സകല ആളുകളും മണ്ടന്മാരാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മാത്രമേ ഇതിന് ബുദ്ധിയുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും. അതായിരിക്കണം നിങ്ങളുടെ രീതി. അവരെ നിങ്ങൾ പഠിപ്പിക്കുക. ഇതിൻ്റെതാണ്. ഇത് നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാട്ടോ. അതിൽ ഓരോന്നിപ്പോ തൽക്കാലം ഞാൻ പറയുന്നില്ല, സമയത്തിന്റെ ഗുണം കൊണ്ടാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതങ്ങനെ നിങ്ങൾ കയ്യിൽ നിന്നൊക്കെ ചേർത്ത് രസകരമായിട്ട്. യെസ് ഇത്തിരി പറയാം. യെസ്, അപ്പൊ ദീപ പകുതി ധൈര്യം വന്നിട്ടുണ്ട്. യെസ്, ദീപയുടെ കഴിയുമ്പോൾ ആർക്കെങ്കിലും വരികയാണ്. ഓക്കെ, അപ്പൊ ദീപ ഇത് ദീപ ഞങ്ങള് എല്ലാവരും വിദ്യാർത്ഥികളാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാർട്ടിസിപ്പിൾ ആണ്. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ടു ടൈപ്പാണ്. 2 തരത്തിലുണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിളും ആക്റ്റീവ് പാർട്ടിസിപ്പിളും. ഓരോ വെർബിനും 3 ടെൻസ് വീതമുണ്ട്. ഓരോ വെർബിനും അത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് ടെൻസിന്റെ കൂടെ ING കൂടി ചേർത്താലാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവുന്നത്. ING ഫോം കൂടി ചേർത്താലാണ്. അതിന്റെ എക്സാമ്പിൾ പറയാം. ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്. അപ്പം ഗോ എന്ന വെർബിന്റെ കൂടെ ING ഫോം ചേർത്തപ്പോൾ നമുക്കത് പാർട്ടിസിപ്പിൾ കിട്ടി, പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്, ഐ ആം ഗോയിങ് ടു സ്കൂൾ. അതൊക്കെയാണ്. നല്ല രസകരമായിട്ട് പറഞ്ഞു. ദീപ എന്താ കിട്ടിയത് കളഞ്ഞു? അല്ല, ഞാൻ കട്ട് ചെയ്തല്ല. പിന്നെ ഉള്ളത് നമുക്ക് ക്രിയാവിശേഷണം, അഡ്ജക്റ്റീവ്. എനിക്ക് പിന്നെ ഉള്ളിലുണ്ട് സാറേ, എനിക്ക് ഇവിടെ വരുന്നില്ല ക്ലാസ് ഒന്നും പറയാം. മിന്നു സുരേഷ്, മിനു സുരേഷ്. എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല സാർ.
ഞാൻ അതിന് വേണ്ടി വിളിച്ചതല്ലോ. കേട്ടല്ലേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് അങ്ങനെ പെട്ടെന്ന് കാര്യം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഞാൻ ബിനുവിനെ വിളിച്ചത് അതിനല്ല. ബിനുവിനെ വിളിച്ചത് ഈ നേരത്തെ ക്ലാസ് എടുത്ത ദീപയുടെ ക്ലാസ്സിനെ എങ്ങനെ വിലയിരുത്തും ഇതിനു വേണ്ടി. ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചതേ അല്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കുമ്പോൾ വിളി കേട്ടോന്നേ. ഓക്കെ, ധൈര്യമായിട്ട് ഞാൻ അതിനു വേണ്ടി എങ്ങനെ വിലയിരുത്തുന്നു. ഓക്കെ സാർ, സാറിന്റെ ക്ലാസ് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോഴേ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അതല്ല, ദീപയുടെ ക്ലാസ് എങ്ങനെ തോന്നി? ദീപയുടെ ക്ലാസ് നന്നായിരുന്നു. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറിന്റെ ഒപ്പത്തില്ലെങ്കിലും നന്നായിരുന്നു. ദീപയുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാമെങ്കിൽ പറയാം. യെസ്, ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാം? ഷെൽട്ടൻ, രമ്യ. സാർ ഞാൻ ഇപ്പൊ കേറിട്ടേ ഉള്ളൂ. ഞാൻ ക്ലാസ് ഒന്നും കേട്ടില്ല. എനിക്ക് ഭയങ്കര ബിസി ആയി പോയി. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ആ സാറിന്റെ ക്ലാസ് ആണെന്ന് തന്നെ അറിഞ്ഞില്ല. വന്നും പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ എനിക്കായാലും പറയാൻ അറിയില്ല ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് എടുക്കാൻ. ദീപ ആ കുട്ടി നന്നായിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പൊ എനിക്ക് അത് പറ്റിയില്ല. പക്ഷെ ആ കുട്ടി അങ്ങനെ ശ്രമിച്ചില്ലേ ബാക്കി എല്ലാവരും പറയുന്നേക്കാളും മുന്നേ. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ നമുക്കൊരു ദീപക്കൊരു എന്താ പറയാ, ഒരു തമ്പങ്ങട് കൊടുത്തേ ഉറക്കട്ടെ. യെസ്, ഓക്കെ. യെസ്, ഓക്കെ 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 ഓക്കെ. ഷെൽട്ടൻ, അനില, രാജേശ്വരി, ഹരിത. ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അത് ദീപക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു എൻകറേജ്മെന്റ് ആണ്. ഇനി ദീപ എന്ത് ചെയ്യും? ഇനി ദീപയുടെ ഉള്ളിൽ എവിടെയോ ഒരു സ്പാർക്ക് വന്നു കയറും. ഇനി ഞാൻ ഇങ്ങനെ നടന്നാൽ പോരാ. പാർട്ടിസിപ്പിൾ എന്നതൊരു ക്രിയയുടെ വെർബിന്റെ ING ഫോം ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന്റെയൊക്കെ ഒരു എക്സാമ്പിൾ പറയാം. റണ്ണ്, റണ്ണിങ്, ഈറ്റ്, ഈറ്റിംഗ്, റൈറ്റ്. ഇത് നമ്മൾ സാധാരണയായിട്ട് വിശേഷണമായിട്ട് ഉപയോഗിക്കാം കണ്ടിന്യൂസ് ടെൻസിലൊക്കെ. ശരിയാണോ സാറേ? വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോ അതിന് പറയുന്നതാണ് അഡ്ജക്റ്റീവ്, നാമവിശേഷണം, നൗണായിട്ട് ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ അർത്ഥം കൂട്ടുന്നതിന്, ഒരു നാമത്തിന് അർത്ഥം കൂട്ടുന്നതിനും ഊന്നല് കൊടുക്കുന്നതിനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു അഡ്ജക്റ്റീവ് ഫോം ഉപയോഗിക്കുന്നത്. അതായത് ബേണിംഗ് കാൻഡിൽ, പിന്നെ സ്മൈലിംഗ് ഫേസ്. ഒരാൾ പറഞ്ഞായിരുന്നു ഹസ്ബൻഡ് എന്റെ മുഖം സ്മൈലിംഗ് ഫേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ സ്മൈലിംഗ് ഫേസ് എന്ന് പറയുന്നതൊക്കെ ആ ഒരു ഫേസിനെ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഒരു ഊന്നൽ കൊടുത്തോണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ദീപം, വെരി ഗുഡ് വെരി ഗുഡ്, വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പേ ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. കാരണം നമുക്ക് ടീച്ചറായിട്ട് പോയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് വളരെ ഇൻഎവിറ്റബിൾ ഫാക്ടറാണ്. അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ വീട്ടിലിരിക്കുന്ന ഡെസ്കും ആ വീട്ടിലിരിക്കുന്ന ടീപ്പോയും ആ കസേരയും ഒക്കെ ഓരോ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന മക്കളെ. യെസ്, അതൊരു എന്താണ് അനില വിടാതിരിക്കുക, അത് നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളങ്ങനെ പ്രസന്റ് ചെയ്യുക. നിങ്ങളങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ടീച്ചർ പുറത്തേക്ക് വരും. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രശസ്തരായിട്ടുള്ളത്. അതെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാം കഴിവുണ്ടാവും? ഉണ്ടാവില്ലല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ പ്രസന്റ് ചെയ്യുക, രസകരമായിട്ട് അവതരിപ്പിക്കുക. ഒരു കുറച്ച് മെമ്മറിക്ക് എന്തെങ്കിലും ചേർക്കാനായിട്ട് ചെയ്യുന്നത് അവർ പ്രസന്റേഷൻ കറക്റ്റ് ആയത്. സ്റ്റേജിലൊക്കെ നമ്മൾ പറയുമ്പോൾ അക്കമിട്ട് ഇങ്ങനെയാണ് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? നമ്മൾ തന്നെയല്ലേ. ചില ആൾക്കാർ പ്രസംഗം നമുക്ക് ബോറടി അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റിങ്ങോട് കൂടി പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ഒറ്റ കുട്ടികൾ പോലും ഉറങ്ങാതെ നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുക.
ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം ഓരോ വീട്ടിൽ നിന്നുള്ള കുട്ടികൾ നിങ്ങളോട് കാണിക്കുന്നു. യെസ്. അപ്പോ ആ രീതിയിൽ എന്തൊക്കെ ടിപ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് ആ ടിപ്സ് മുഴുവൻ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ഒന്ന് പൊടി തട്ടി റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കളഞ്ഞു. യെസ്. അപ്പോ ഇനി ആരാണ് ഇന്ന് സൈൻ ഓഫ്? ഞാനാണ് മാം. സാർ മിനു. എല്ലാവരും കൂടെ കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞ പോലെ സോറി സാർ, എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഞാൻ സൈൻ ഔട്ടും സൈൻ ഇന്നും ഒക്കെ നമ്മള് മുന്നേ തന്നെ അറിയണോണ്ട് എഴുതി വെച്ചിട്ടാണ് പറയണത്. അങ്ങനെ ഇംഗ്ലീഷില് ഒരിക്കൽ കൂടി സോറി. അതൊന്നും കുഴപ്പമില്ല, നോക്കൂ. അതൊക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ഈ പ്രസംഗത്തിന്റെ മത്സരം നടത്തുമ്പോൾ 5 മിനിറ്റ് മുമ്പാണ് വിഷയം കൊടുക്കുന്നത്. ആദ്യത്തെ ഒരാൾ സ്ഥലത്തേക്ക് മാറ്റി നിർത്തും. അത് കഴിഞ്ഞതിന് ശേഷം ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേരത്തെ വിഷയം കൊടുക്കും. അതല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള പ്രസംഗം 5 മിനിറ്റ് മുമ്പ് ആദ്യത്തെ ആളെ വിളിക്കും. അയാൾക്ക് 5 മിനിറ്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത ആൾക്ക് വിഷയം കൊടുക്കും. അപ്പൊ അയാൾക്ക് 5 മിനിറ്റേ ചിന്തിക്കാൻ സമയമുള്ളൂ, എന്നിട്ടാണ് കയറിയത്. അപ്പോഴേക്കും മൂന്നാമത്തെ ആൾക്ക് അപ്പൊ കൊടുക്കുള്ളൂ. അപ്പൊ 5 മിനിറ്റ് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ആലോചിക്കാനാണ് സമയം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റേജിൽ നിന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കുകയും കൂടി വേണം ഓരോ കാര്യം. യെസ്. അപ്പൊ ചില സന്ദർഭങ്ങളിലുള്ള നമുക്ക് ചില ടാസ്കുകൾ വന്നു വീഴും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവാതെ ചിലപ്പോൾ ചില ടാസ്ക് നമ്മുടെ തലയിൽ വന്നു വീഴും. അതായത് 5ലെ ടീച്ചർ അവിടെ ഇല്ലട്ടോ, അത് ചെറിയ ക്ലാസ് എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? 5 ഓക്കെ, 5 ഞാൻ പോകും. അല്ല, അത് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിൽ ടീച്ചർ അവിടെ ഇല്ലട്ടോ, അവിടെ കൊണ്ട് കയറിക്കും. അപ്പൊ 10 എടുക്കാതെ ഓക്കെ. അതേപോലെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലെപ്പോഴും ഒരു വെടിക്കുള്ള മരുന്ന് കയ്യിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഗതി എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. ഓക്കെ. ഓക്കെ സാർ, എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഫഷനാണ്. അതാണ് ഞാനിപ്പോ ഇതിന് വന്നത് തന്നെ. എന്നാലും ഞാൻ എന്റെ ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോ സൈൻ ഔട്ട് പറഞ്ഞോട്ടെ സാർ. വീഡിയോ ക്ലിയർ അല്ലേ? Okay, clear. A big thanks to the sir who conducted the class so well, and also to the students who attentively attended it. Once again, I happily express my sincere gratitude both on my behalf and on behalf of the students to this class, to the sir who answered all questions related to the Montessori English class. Thank you. ഓക്കെ. ഈ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ദീപം, അതായത് ഇപ്പൊ ഈ മീൻ പറഞ്ഞത് എന്ത് ചെയ്യണമെങ്കിൽ അതൊന്ന് പഠിച്ചിട്ട് കാണാതെ പറഞ്ഞോ. കയ്യിൽ പേപ്പറോടെ വെച്ചോ. ഞാൻ നോക്കുന്നില്ല, നമ്മൾ നോക്കാതെ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറ്റുമെന്ന് ആ ഒരു ക്ലാസ് എടുക്കേണ്ട സ്റ്റൈലിലോട്ട് നിങ്ങൾ തന്നെ നോക്കിയേ. നിങ്ങൾ കോളേജിൽ പഠിച്ചപ്പോ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ നോക്കിയിട്ട് വായിക്കുന്ന ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു? ഇല്ല സാർ, ഇഷ്ടമില്ല. കണ്ട, അത് തന്നെ. അപ്പൊ നമ്മൾ പക്ഷെ ചില ടീച്ചർമാർ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ അവര് ആ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മേശപ്പെടുന്നത് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ടെക്സ്റ്റിൽ എഴുതിയേക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ അവര് ഒരു വിഷയ ടീച്ചർ 3-ാമത്തെ കൊല്ലം പഠിപ്പിച്ചപ്പോ എക്സ്പെർട്ട് ആയതായിരിക്കും. എന്നാലും അതിങ്ങനെ പറഞ്ഞപ്പോ ഇന്ന ടെക്സ്റ്റിൽ ഇന്ന ഭാഗത്ത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അപ്പൊ ഒരു കുട്ടി അനങ്ങി കഴിഞ്ഞാലും ചോദിക്കും, ആ ലാസ്റ്റ് പേജിൽ 3-ാമത്തെ ഉണ്ടാക്കണേ. യെസ്, അതായിരിക്കും. നോക്കണ്ട, അനങ്ങും പറയും. ഇങ്ങനെ പോകുന്നതായിരിക്കും നമുക്ക് ഇഷ്ടം. യെസ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക, ഒരു ധൈര്യത്തിലാണ് മെച്ചപ്പെടുത്തി വെച്ചോ. എന്നാലും നമ്മൾ നോക്കാതെ പറഞ്ഞു നോക്കുമ്പോൾ ക്ലാസ് വെക്കുന്നതിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മെച്ചപ്പെട്ട നമ്മുടെ ആൾക്കാരൊക്കെ വളരെ കുറഞ്ഞു പോകാനുള്ള വീടും 20 പേരൊക്കെ ഉള്ളത്. അറിയില്ല സാർ, വെക്കേഷൻ കുട്ടികളുടെ വീട്ടിലുള്ള കാരണേ പലർക്കും നമുക്ക് നേരെ വെക്കേഷൻ ടൈം ആവുക കാരണം ആയിരിക്കും. അല്ലേ, നമ്മൾ മൊത്തം എത്ര പേരുണ്ട്? ആക്ച്വൽ സ്ട്രെങ്ത് 100 above ഉണ്ട് തോന്നുന്നുണ്ട്. 100 above ഉണ്ട്. മറ്റേ ക്ലാസ് ഉണ്ടാവാറുണ്ട്? ഇല്ല സാർ, ചിലവരുടെ അടുത്ത് ചോദിക്കുമ്പോ അവര് പറയാറുണ്ട് ഞങ്ങൾ റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. പോണവരൊക്കെ ഉണ്ടല്ലോ.
യെസ്. അങ്ങനെയാണ് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മള് ഇപ്പൊ ലൈവ് ക്ലാസ് ഒരു 30 പേരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ലൈവ് ക്ലാസ്സിൽ കയറണവര്. ബാക്കിയൊക്കെ എല്ലാവരും ജോലിക്ക് പോണവരും പിന്നെ വെക്കേഷൻ ടൈം ആവുന്നുണ്ടേ കുട്ടികൾ വീട്ടിലുണ്ടല്ലോ. അതാണ് അതായിരിക്കും. ജൂൺ തൊട്ട് വേണമെങ്കിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കണം എന്നാണ് പക്ഷെ വേറെ ക്ലാസ്സിലൊക്കെ 40-60 പേരൊക്കെ ഞാൻ കാണാറുണ്ട്. മറ്റേ MT9, MT10 അതിനകത്തൊക്കെ. യെസ്, അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടാവാറുണ്ട്. മറ്റേ MT1, 3 ഒക്കെ ഉണ്ടായപ്പോ നൈറ്റ് ആയിരുന്നു ക്ലാസ്. അപ്പൊ അത് എന്നാലും ഒരു കറക്റ്റ് ആയിട്ട് വരും. 8 മണി 8 മണിക്ക് അവര് ക്ലീൻ ആയിരുന്നു ക്ലാസ് ഉണ്ടാവാറുണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ ചിലപ്പോ എല്ലാവരും ബിസി ആയതുകൊണ്ടായിരിക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സാർ ഒരു സംശയം ചോദിക്കട്ടെ? മറ്റ് ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ നമുക്ക് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവാറുണ്ടായിരുന്നു. നമുക്കത് അപ്പൊ അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് സാർ ഇടുകയാണെങ്കിൽ നമുക്കത് ഇത്തിരി കൂടി ഒരു ഉപകാരമായിരുന്നു. ഇന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് 98, 90 ഇതൊക്കെ മാർക്കാണ്. അത് പേടിക്കണ്ട. നമ്മളിപ്പോ ഈ പഠിച്ചത് കൂടാതെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ വേറെ പറയും. അത് ഡോണ്ട് പറയും, പേടിക്കണ്ട. അത് നമ്മളിപ്പോ നോട്ട് ചെയ്യാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തേക്കാം. മോക്ക് ടെസ്റ്റ് അത് കൊടുത്തേക്കാം. അത് കൂടാതെ പരീക്ഷയ്ക്ക് വേണ്ടി ഹൗ നമ്മൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി, ഒന്ന് അറിവിന് വേണ്ടി പഠിക്കുന്നു, പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. യെസ്, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിവിനും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ആരും ഇംഗ്ലീഷ് പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. ഓക്കെ, ഞാൻ പരിഗണിച്ചോളാം. പിന്നെ ഓക്കെ സാർ, താങ്ക് യു. ഇംഗ്ലീഷ് എനിക്ക് പൊതുവെ പേടിയുള്ള ഒരു വിഷയമായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് പറയുമോ ഇംഗ്ലീഷ് അത് രക്ഷപ്പെട്ടു എന്ന് പറയും. നിങ്ങൾ ഇത് കഴിയുമ്പോൾ നോക്കിക്കോ. ഇപ്പൊ നോക്കിയേ, നമ്മൾ തമ്മിൽ ക്ലാസ് എടുക്കാറുണ്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇംഗ്ലീഷ് ഭാഷയെ കുറച്ചൊക്കെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ലേ? ഇഷ്ടമായി തുടങ്ങിയപ്പോ കൂടുതൽ ഇംഗ്ലീഷിനെ കുറച്ചൊക്കെ സ്നേഹിച്ചു തുടങ്ങിയത് എന്റെ വിശ്വാസം. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുക്കൊക്കെ അത് ഒഴിവാക്കിയിരുന്ന സംഗതി വേണ്ട. കുഴപ്പമില്ല, നമ്മളെ കൊണ്ട്. സാർ പണ്ട് മുതലേ ഇംഗ്ലീഷിനോട് സ്നേഹമുണ്ട്, പക്ഷെ അതിനേറെ ഏറെ പേടിയായിരുന്നു കൂടുതല്. അതിന്റെ ഒരു കുഴപ്പമെന്ന് പറയാം, നമ്മൾ ആദ്യം ഇംഗ്ലീഷ് പഠിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവമില്ലേ, ഒരുപക്ഷെ ആ ടീച്ചർ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ചില ടീച്ചർമാരാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ സാർ? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ചില ടീച്ചർമാരെ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ചില വിഷയം പഠിക്കാതിരുന്നിട്ടില്ലേ? ആലോചിച്ച് നോക്കി. സ്കൂളില് ചില ടീച്ചർമാര് നമ്മളെ സർനെയിമൊക്കെ ഇട്ട് വിളിച്ച് ആ ടീച്ചറിനോട് ഇഷ്ടക്കേടോട് നമ്മൾ ചില വിഷയങ്ങൾ പഠിക്കാതിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ കാരണമാണ്. ഇപ്പൊ നമ്മള് ഇനി നമ്മൾ പഠിപ്പിക്കാൻ ഇറങ്ങേണ്ട ആളുകളാണ്. അപ്പൊ ആ സമയത്ത് കുട്ടികൾ നമ്മളെ കുറിച്ച് നല്ല പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാവും. ഓക്കെ, ഇംഗ്ലീഷിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്, ഡോണ്ട് വറി. നമ്മൾക്കത് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മളിപ്പോ MT4 എക്സാമിനേഷനായിരുന്നു. യെസ്, അതുവരെ അവർ വളരെ വളരെ അതിൻ്റെ അത് ഇതേപോലെ ഇപ്പൊ മിനി പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പേടിയുള്ള കുറെ കുട്ടികളുണ്ടായിരുന്നു. യെസ്, അപ്പൊ അവരും എനിക്ക് ഭയങ്കര പേടിയാണ് സാറേ. ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് പുറത്ത് പറഞ്ഞാൽ അത് തെറ്റായി പോകുമോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ എഴുതി നോക്കും, എഴുതി കാണിക്കും, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. പറയണം. അതായത് ആരെങ്കിലും ഇപ്പൊ നമ്മൾ വല്ലവരുടെ വീട്ടിൽ പോയി മോഷ്ടിക്കുന്നില്ല. ഉള്ളിലുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാനായിട്ട് പേടിയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മള് മണ്ടത്തരാണോ പറയാൻ. യെസ്, ഞാൻ പറയട്ടെ, മറ്റുള്ളവർ ഒന്നും മിണ്ടാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ നമ്മൾ എന്തെങ്കിലും അർത്ഥം നോക്കി അങ്ങനെയൊക്കെ ചെയ്തു. ആലോചിച്ച് നോക്കി, ഇതുപോലെ നമ്മൾ ചിന്തിച്ചിട്ടല്ലേ പല സ്ഥലത്തും നമ്മൾ പിന്നോട്ട് പോയത്. ഈ ഒരു ചിന്ത നമ്മൾക്ക് നേരത്തെ ഉണ്ടായതുകൊണ്ട് സെന്റൻസ് പറഞ്ഞോട്ടെ. Thank you so much for your valuable support to my English teaching class. Yes. Okay, correct ആണ്. Okay. Very good. അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുക, തെറ്റിക്കോട്ടെ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഉയർച്ച കിട്ടും. ഓക്കെ, ഡോണ്ട് വറി, ഐ ആം ഓൾവേസ് വിത്ത് യു.
don't be depressed or suppressed. We will win the English test. Okay, bye. Thank you, sir. Thank you. Thank you so much. Thank you, sir. Okay.